നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകാനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ മോയ്സ്ചറൈസർ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും അതുപോലെ കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങളും മുഖക്കുരുവും ഒക്കെ മാറ്റാൻ സഹായിച്ചാലോ? അത്തരത്തിലൊരു മോയ്സ്ചറൈസർ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെയാണ് ഈ മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് നാം പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചോറാണ്. അപ്പോൾ ഈ ചോറ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു നല്ല മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കുന്നതെന്നും ഉപയോഗിക്കുന്നതെന്നും പറയാനായിട്ട് വീഡിയോ കാണാം. ചോറ് കൊണ്ടുള്ള ഈ മോയ്സ്ചറൈസിങ് ക്രീം തയ്യാറാക്കുന്നതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. പ്രധാനമായിട്ട് വേണ്ടത് വേവിച്ച ചോറാണ്. നന്നായിട്ട് വെന്ത ചോറ് വേണം എടുക്കാനായിട്ട്. ഇത് ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ചർമ്മം പെട്ടെന്ന് പ്രായമാകുന്നത് തടയാനും യുവത്വം നിലനിർത്താനും കറുത്ത പാടുകൾ മാറാനും ഇത് നല്ലതാണ്. ഇനി വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ്. സൂര്യതാപം മൂലമുള്ള പ്രശ്നങ്ങൾ മാറാനും ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താനും ഇത് സഹായിക്കും. സ്ട്രെച്ച് മാർക്ക് മാറാനും ഇത് നല്ലതാണ്. അടുത്തതായിട്ട് വേണ്ടത് ഗ്ലിസറിൻ ആണ്. ചർമ്മം ഈർപ്പമുള്ളതായിരിക്കാനും സോഫ്റ്റ് ആകാനും ഫ്രഷ് ആയിരിക്കാനും ഗ്ലിസറിൻ സഹായിക്കും. ഇനി വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ചർമ്മത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങൾ നൽകാൻ വൈറ്റമിൻ ഇ ഓയിൽ നല്ലതാണ്. സ്മൂത്തും ഹെൽത്തിയുമായിട്ടുള്ള ചർമ്മം ലഭിക്കാനും ഇത് സഹായിക്കും. ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ചോറ് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിന് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത ചോറെടുക്കുക. 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അത്രയും തന്നെ കറ്റാർവാഴ ജെല്ലും ചേർത്ത് കൊടുക്കാം. ചോറ് എത്ര അളവിലാണോ എടുക്കുന്നത് അത്രയും തന്നെ കറ്റാർവാഴ ജെല്ലും വേണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് നിന്ന് ഓയിലും പൊട്ടിച്ചൊഴിക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ഒരു ക്രീം കൺസിസ്റ്റൻസി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ ആ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മുഖമൊക്കെ കഴുകിയതിന് ശേഷമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാം. ഇതൊരു ശരിക്കും തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. സാധാരണ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യും പോലെ തന്നെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് മുഖത്ത് മുഴുവനായിട്ടൊന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നൈറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമാണിത്. കണ്ടില്ലേ, മുഖം നന്നായിട്ട് ഒരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. ഇത് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.